ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലെ ചോറും കറിയും കണ്ടാലോ. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ ആവുന്നു. വെയിലും അതോടൊപ്പം തന്നെ നല്ല കാറ്റുമുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലും പല വലുപ്പത്തിലുള്ള വീടുകൾ കാണാം. ഈ കാണുന്ന റെൻ്റൽ സ്റ്റോറേജ് ആണ്. വീട്ടിൽ ആവശ്യത്തിന് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ബോക്സുകൾ വാടകയ്ക്ക് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാം. ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് അങ്ങനെ നമുക്ക് ഇത് റെൻറ്റിന് കിട്ടും. ഈ കാണുന്ന ഒരു ആളില്ലാത്ത പച്ചക്കറി കടയാണ് കേട്ടോ. പ്രായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അവർ നനച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ചെറിയൊരു വരുമാനം അവർക്ക് അതിങ്ങനെ വയ്ക്കും. പൈസ എഴുതിയിട്ടുണ്ടാവും, അടുത്ത് തന്നെ ബോക്സും വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് സാധനം എടുത്തിട്ട് പോരാം. അപ്പം നമ്മുടെ സ്ഥലം എത്താറായി. നമ്മളിപ്പോൾ പോകുന്നത് സുക്കിയ റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇതൊരു ചെയിൻ റെസ്റ്റോറൻ്റാണ്. ജപ്പാനിലെ എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റും. ഓരോ ടേബിളിലും വെച്ചിട്ടുള്ള ടാബ്ലറ്റിൽ കൂടെയാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഓർഡർ കൊടുത്ത് അധികം കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ സംഭവം മേശപ്പുറത്ത് എത്തും കേട്ടോ. ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗ്യൂഡോണാണ്. ഇതെന്താണെന്ന് വിശദമായിട്ട് പറയാം കേട്ടോ. പിന്നെ എല്ലാ ടേബിളിലും ഉപ്പിലിട്ട ഇഞ്ചിയും ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്യൂഡോൺ. ഗ്യൂഡോൺ എന്ന് പറയുന്നത് അതിൽ ചോറ്, ബീഫ്, സവോള, പിന്നെ സോയ് സോസ്, ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്. ഇത് മിസോ സൂപ്പാണ്. സോയാബീൻ പേസ്റ്റാണ് ഇതിൻ്റെ ബേസ്. ഹൈലി പ്രോട്ടീനാണ് ഇത്. പിന്നെ ചെറിയ അളവിൽ കുറച്ച് സാലഡ്. മെയിനായിട്ട് ഇതിലുള്ളത് ക്യാബേജും ക്യാരറ്റുമാണ്. പിന്നെ ലെറ്റൂസ് ഉണ്ട്. ഈ കാണുന്നതാണ് ഓൺസൻ തമാഗോ. പിന്നെ എല്ലാ മീലിൻ്റെ കൂടെയും ഗ്രീൻ ടീ നമുക്ക് ഫ്രീ ആണ്. പിന്നെ വെള്ളത്തിന് പകരം തരുന്നത് ബാർലി വെള്ളമാണ്. ബാർലി വറുത്ത് പൊടിച്ചിട്ട് മുഗിച്ച എന്നാണ് ഇവിടെ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫൈബറൊക്കെ ചേർന്ന ഒരു കംപ്ലീറ്റ് മീലാണിത്. അതിൽ ചോറിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും. പിന്നെ ഒരു ഓൺസൻ തമാഗോൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് മുട്ട മുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഡിഷസ് എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ ബില്ല് കൊടുക്കുന്നതും ഓട്ടോമേറ്റഡ് ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ വിളിക്കാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ജപ്പാനിലെ വേറെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. മതാനേ.